നമസ്കാരം. അൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ ഡോൺ ബോസ്കോ കോളേജിലെ ആരുഷ് ക്ലബ് അംഗങ്ങൾ ആൽഫ പാലിയേറ്റീവ് കെയർ തൃശൂർ ലിങ്ക് സെന്ററിന്റെ ഹോം കെയറിൽ പങ്കെടുത്തു. രോഗികളുമായി സംവദിച്ച വിദ്യാർത്ഥികൾ ഹോം കെയറിൽ ആൽഫയുടെ പരിചരണം നേരിട്ട് കണ്ട് മനസ്സിലാക്കി. കാരുണ്യ കേരളം പ്രൊജക്ടിന്റെ ഭാഗമായി SAPCയുടെ നേതൃത്വത്തിൽ സൗജന്യമായാണ് 30 മണിക്കൂർ ട്രെയിനിംഗ് പ്രോഗ്രാം ആരുഷ് ക്ലബ് മെമ്പർമാർക്ക് നൽകുന്നത്. പുനർജനി പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി യൂണിറ്റും വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. തൃശൂർ നാട്ടിക SN കോളേജിലെ വിദ്യാർത്ഥികൾ തളിക്കുളം ആൽഫ ലിങ്ക് സെന്റർ സന്ദർശിച്ച് ഹോം കെയറിലും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലും പങ്കെടുത്തു. ഇരിങ്ങാലക്കുട മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആരുഷ് ക്ലബ് അംഗങ്ങൾ ആൽഫ ഇരിങ്ങാലക്കുട ലിങ്ക് സെന്ററിന്റെ ഹോം കെയറിൽ പങ്കെടുത്തു. ആലപ്പുഴ നീരേറ്റുപുരം സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പാലിയേറ്റീവ് ബോധവൽക്കരണ ക്ലാസ് നടത്തി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സുഷമയുടെ സ്വാഗതത്തോടെ ആരംഭിച്ച ക്ലാസ്സിൽ ആലപ്പുഴ ജില്ലാ കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ സാന്ദ്ര S. ബിജു 30 മണിക്കൂർ പരിശീലന പരിപാടിയുടെ ആദ്യ മൊഡ്യൂൾ പൂർത്തിയാക്കി. തുടർന്ന് വെക്കേഷൻ പ്രൊജക്ട് ഹിഡൻ ബട്ട് നോട്ട് ഫോർഗട്ടൺ ഫൈൻഡ് എ നിയറസ്റ്റ് നീഡി പേഴ്സൺ ഫോർ പാലിയേറ്റീവ് കെയർ എന്ന നീഡ് അസസ്മെന്റ് ഫോമുകൾ ആരുഷ് ക്ലബ് അംഗങ്ങൾക്ക് നൽകുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. വയനാട് നീലിക്കണ്ടി മൊയ്തീൻ സാഹിബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ ആൽഫ കൽപ്പറ്റ സെന്റർ സന്ദർശിച്ചു. തുടർന്ന് നടന്ന പരിശീലന പരിപാടിയിൽ ആൽഫ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു, കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ എന്നിവർ ക്ലാസുകൾ നയിച്ചു. കൽപ്പറ്റ സെന്റർ പ്രസിഡന്റ് ഡോക്ടർ ഖാലിദ്, സെക്രട്ടറി V. വിജേഷ്, ട്രഷറർ സക്കീർ മാസ്റ്റർ, നഴ്സ് ഇൻചാർജ് നിമിഷ പോൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. ജയ് ഹിന്ദ്.